بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മൾ ഒത്തുകൂടിയത് സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പുണ്യമാക്കപ്പെട്ട ഷഅബാൻ മാസത്തിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഷഅബാൻ 15 എന്നത് ഷഅബാൻ മാസത്തിൽ അനർഘമായ ഒരു സമയമാണ്. കാലങ്ങളായി നമ്മുടെ നാവിൻ തുമ്പിൽ വളരെ സരളമായി വഴങ്ങി വരുന്ന ഒരു വാചകം ബറാഅത്ത് രാവ് എന്നത്. അന്വർത്ഥമാക്കപ്പെടുന്നത് ഷഅബാൻ 15 രാവിലെ. അനുഗ്രഹീതമായ ഷഅബാൻ 15 പകല് നോമ്പും. ബറാഅത്ത് രാവിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിച്ച ചില പുതിയ ചിന്താഗതികൾ സമീപകാലം മുതൽക്ക് നമ്മുടെ പരിസരങ്ങളിൽ സജീവമാണ്. പ്രമാണങ്ങൾ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ചർച്ചയാണ് ലൈലത്തുൽ ബറാഅ എന്നത്. യഥാർത്ഥത്തിൽ ഈ തർക്കങ്ങൾക്കിടയിൽ, തർക്കം എന്ന് പറയാൻ കഴിയില്ല, നിഷേധത്തിന്റെ ഇടയിൽ നമ്മൾ ആഴ്ന്നിറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ വാചകത്തെ നമുക്ക് ഇങ്ങനെ വായിക്കാം: ലൈലത്തുൽ ഖദ്ർ അല്ലെങ്കിൽ ലൈലത്തുൽ ബറാഅ. ഈ രണ്ടിൽ ഏത് പേരാണ് ഷഅബാൻ 15 രാവിന് നൽകുക എന്നതിലാണ് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളത്. അല്ലാതെ ഷഅബാൻ 15 രാവിന് ശ്രേഷ്ഠതയില്ല എന്ന് എവിടെയും ചർച്ച വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് പറയപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള ഹ്രസ്വമായ ഒരു വിശകലനമാണ് നമ്മുടെ ഈ പരിമിതമായ സമയത്തിൽ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായി കനിഞ്ഞേകിയ 5 രാവുകളെ കുറിച്ച് അയിമ്മത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അൽ ഗുനിയത്തു ലി ത്വാലിബ് ത്വരീഖുൽ ഹഖ് എന്ന് പറയുന്ന ഗ്രന്ഥം അടക്കമുള്ള പല കിതാബുകളും അത് ഉദ്ധരിക്കുന്നതായി കാണാം. പരിശുദ്ധമായ വഹയി കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഈ 5 രാവുകൾ. ഒന്നാമത്തെ രാവ് അൽ ഊല ലൈലത്തുൽ മുഅ്ജിസത്തി വൽ ഖുദ്റ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിനെയും അവിടുത്തെ റിസാലത്തിനെയും വെല്ലുവിളിച്ച സമൂഹത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ ഖുദ്റത്ത്, ഹബീബിന്റെ മുഅ്ജിസത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കപ്പെട്ട ഒരു രാവുണ്ട്. അതായത് ചന്ദ്രൻ പിളർന്ന രാവ്. ആ സംഭവം ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇഖ്തറബത്തിസ് സാഅത്ത് വൻശഖൽ ഖമർ. ചന്ദ്രൻ പിളർന്നത് ലോകാവസാനത്തിന്റെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അടയാളം എന്ന് പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ പറഞ്ഞ ഖുർആനിന്റെ പ്രതിപാദ്യമുള്ള ആ രാവ് ഹബീബിന്റെ പ്രത്യേകമായ രാവാണ്. രണ്ടാമത്തെ രാവ് ലൈലത്തുൽ ദഅവത്തി വൽ ഇജാബ. അവിടുത്തെ പ്രബോധനം, അവിടുത്തെ പ്രബോധിതരിൽ ഫലിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തിയ രാവ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്തെ മനുഷ്യവർഗത്തിൽ പലരും പരസ്യമായി നിഷേധിച്ചോടുത്ത് അവിടുത്തെ പ്രബോധിതരിൽ ജിന്നുകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വചനം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ മനോഹരമായ പാരായണത്തിന്റെ ആ ശാബ്ദിക മിശ്രണങ്ങളെ കേൾക്കാൻ കാതുകൂർപ്പിച്ചു വന്ന ജിന്ന് സമൂഹത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആന്റെ ആയത്താണിത്. ജിന്നുകൾ അവിടുത്തെ പ്രബോധിതരായി ആ പാരായണത്തെ നുകരാൻ വേണ്ടി സമീപം ചേർന്ന് നിന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയ രാവ്. അത് ഹബീബിന്റെ ഒരു പ്രത്യേകതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതൊരു രാവുണ്ട് ലൈലത്തുൽ ഹുക്മി വൽ ഖളാ. അള്ളാഹു നേരത്തെ തീരുമാനിച്ച പല തീരുമാനങ്ങളെയും മാറ്റിത്തിരുത്തി പുതിയ തീരുമാനങ്ങൾക്ക് പുനഃപരിശോധനയിലേക്ക് നിർണയിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാത്രിയുണ്ട്. നിർണിതരാവ് എന്നൊക്കെ പറയാം.
അള്ളാഹു അങ്ങനൊരു രാവിനെ നിശ്ചയിച്ചത് അത് ഷഅബാൻ 15 രാവാണ്. പരിശുദ്ധമായ ഖുർആൻ അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസലീൻ. ഇത് ബറാഅത്ത് രാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഹബീബിന്റെ ജീവിതത്തിലെ പ്രത്യേകമായ 5 രാവുകളിലെ 3-ാമത്തെ രാവാണ്. ഹബീബിന്റെ പ്രത്യേകമായ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 രാവുകളിലെ 4-ാമത്തെ രാവ് അള്ളാഹുവിന്റെ സാമീപ്യവും സാന്നിധ്യവും അവിടത്തേക്ക് മാത്രമായി കിട്ടിയ ഒരു രാവുണ്ട്. ലൈലത്തുദ് ദുനൂവി വൽ ഖുർബ, അള്ളാഹുവോട് ചേർന്ന് നിന്ന ഒരു രാവ്. അമ്പും വില്ലും എത്രമാത്രം ആ അമ്പിന്റെ നാടയോട് വില്ല് അമർന്നിരിക്കുന്നുവോ അത്രയും ചേർന്നു. അങ്ങനെ ചേരാൻ കഴിഞ്ഞ ഒരു രാവ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഇബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല തുടങ്ങുന്ന ആയത്ത് ആ രാവിനെ സ്ഥിരീകരിക്കുന്ന ഒരു ആയത്താണ്. ഹബീബിന്റെ ജീവിതത്തിലെ 5-ാമത്തെ രാവ് ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും വണ്ണമായ പ്രതിഫലങ്ങളെ വാഗ്ദാനം ചെയ്തിട്ടുള്ള രാവാണ്. ലൈലത്തുൽ തഹിയ്യത്തി വസ്സലാം എന്നാണ് മഹാന്മാർ അതേക്കുറിച്ച് പറഞ്ഞത്. അത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. ആ 5-ാമത്തെ രാവ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണല്ലോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അങ്ങനെ 5 രാവുകൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതായി പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അയിമ്മത്ത് ചേർത്ത് പറയുന്നുണ്ട്. ആ 5 രാവുകളിലെ പ്രധാനപ്പെട്ട രാവാണ് ലൈലത്തുൽ ബറാഅ. ഇഖ്തലഫു ഫി ഹാദിഹി ലൈലത്തുൽ മുബാറക. ബറാഅത്ത് രാവിന്റെ കാര്യത്തിൽ മഹാന്മാരായ സ്വഹാബികൾ അടക്കമുള്ള ലോകത്ത് വന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം. ഫഖാല അക്സറൂന ഇന്നഹാ ലൈലത്തുൽ ഖദർ. ആ രാവിനെ ലൈലത്തുൽ ഖദർ എന്ന് പറയണോ? വഖാല ഇക്രിമത്തു വതായിഫത്തുൻ ആഖിറുൻ ഇന്നഹാ ലൈലത്തുൽ ബറാഅ, അഥവാ ലൈലത്തുൽ ബറാഅ എന്ന് പറയണം. ഈ പേര് ഏതാ പറയേണ്ടത് എന്ന കാര്യത്തിലേ തർക്കമുള്ളൂ. വഹിയ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ആ മുബാറക്കായ പേരിൽ മാത്രം അഭിപ്രായ വ്യത്യാസം വന്നിട്ടുള്ള ആ രാവ് അത് ശഅബാൻ 15ന്റെ രാവാണ്. ഇവിടെ മഹാന്മാരായ അധിക ഉലമാവും സ്വഹാബികളിൽ പ്രമുഖരായ അധിക പേരും ഈ രാവിനെ വിളിച്ചിട്ടുള്ളത് ലൈലത്തുൽ ബറാഅ എന്നതാണ്. ആ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ലൈലത്തുൽ ബറാഅ എന്ന് വിളിക്കുന്നത്. എന്നാൽ മുസ്ലിമീങ്ങളിൽ കുറഞ്ഞ പക്ഷം ആളുകൾ ഈ ശഅബാൻ 15ന്റെ രാവിനെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുമുണ്ട്. ഈ 2 പേരിൽ ഉള്ള മാറ്റമല്ലാതെ ആ രാവിന്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ തർക്കവുമില്ലെന്ന് എന്റെ വക പറഞ്ഞതല്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ഡസൻ കണക്കിന് തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇമാം അല്ലാമ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ ദുഹാന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നുണ്ടല്ലോ, അവിടുത്തെ കിതാബുൽ ഉമ്മിൽ കാണാം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വബലഗനാ കാന അന്നഹു കാന യുഖാൽ ഇന്ന ദുആഅ യുസ്തജാബു ഫീ 5 ലയാൽ. ഒരു ഹദീസിന്റെ കൃത്യമായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് 5 രാത്രികളിലെ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തട്ടില്ലത്രേ. 5 രാത്രികളിൽ ദുആ ചെയ്യണം നമ്മൾ. ആ ദുആ ഒരിക്കലും അല്ലാഹു ഒഴിവാക്കൂല. അതിന്റെ ഫലം കണ്ടേ തീരും. ആ 5 രാത്രികൾ, ഒന്നാമത്തേത് ഫീ ലൈലത്തുൽ ജുമുഅ വെള്ളിയാഴ്ച രാവ്, രണ്ടാമത്തേത് ലൈലത്തുൽ അദ്ഹ വലിയ പെരുന്നാളിന്റെ രാവ്, മൂന്നാമത്തേത് ചെറിയ പെരുന്നാളിന്റെ രാവ്, വ അവ്വലു ലൈലത്തിൻ മിൻ റജബ് നാലാമത്തേത് റജബ് 1-ാം രാവ്, അഞ്ചാമത്തേത് വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ 15ന്റെ രാവ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഞാൻ പറയുന്നത് ഈ രാവിന് ഇങ്ങനെ പ്രത്യേകതകളും മഹത്വങ്ങളും ഉണ്ടെന്ന് ലോകത്ത് വന്ന കിടയറ്റ മഹാന്മാരായ പണ്ഡിത പ്രതിഭകൾ പറയുമ്പോൾ അതിനെതിരെ കൊഞ്ഞനം കുത്തുന്നവർക്ക് എത്രമാത്രം ബോധമുണ്ട് എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത്. ശഅബാൻ 15ന്റെ രാവ്, ബറാഅത്തിന്റെ രാവ്, നരകമോചനം എന്നാണ് ബറാഅത്ത് എന്ന വാക്കിനർത്ഥം. ഒരു മനുഷ്യന് പരമാവധി അള്ളാഹുവിൽ നിന്ന് നേടാൻ കഴിയുന്ന വലിയ അനുഗ്രഹമാണല്ലോ അവനെ നരകത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ടവനാണെങ്കിൽ ഒരൊറ്റ രാത്രിയുടെ കുറഞ്ഞ സമയങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അതിൽ നിന്നും അവന് മോചിതനായി വരാൻ കഴിയുന്നു എന്ന ആനുകൂല്യം അള്ളാഹു വെച്ചിരിക്കുന്നത് നേടാൻ കഴിയുന്നത്. അങ്ങനെ അതേക്കുറിച്ച് സ്ഥിരീകരിക്കുന്ന പരിശുദ്ധ പ്രമാണങ്ങൾക്ക് നേരെ എങ്ങനെ കണ്ണടക്കാൻ കഴിയും? ഒരു മുസ്ലിമിന് ഒരിക്കലും കഴിയില്ലല്ലോ. ഇനി കേട്ടോളൂ, ബറാഅത്ത് രാവിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. ബറാഅത്ത് രാവിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം വൽ കിതാബിൽ മുബീൻ
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ ഹമീം വൽ കിതാബിൽ മുബീൻ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വ്യക്തമായ കിതാബിനെ തന്നെയാണ് സത്യം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഈ ഖുർആന്റെ അവതരണം അത് ബറക്കത്തുള്ള ഒരു രാത്രിയിലാ ഉണ്ടായിട്ടുള്ളത്. അതായത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാം ആകാശത്തേക്കുള്ള ഖുർആനിന്റെ മൊത്തത്തിലുള്ള അവതരണം എന്ന് പറയുന്നവരുണ്ട്. അതല്ല വഹയിന്റെ ആരവങ്ങളുടെ ആദ്യ അവസരം എന്ന് പറയുന്നവരുണ്ട്. ഖുർആനിന്റെ അവതരണം ഉണ്ടായിട്ടുള്ളത് ഈ ബറക്കത്തുള്ള രാത്രിയിലാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ രാവിന്റെ പ്രത്യേകത നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതായ കാര്യങ്ങളെ, നേരത്തെ അള്ളാഹു തീരുമാനമാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളെ അഴിച്ചു പണിയുന്ന രാവാ. അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. ലക്ഷോപലക്ഷം മലക്കുകളെ അവൻ ഇറക്കുന്ന, അവന്റെ ലക്ഷോപലക്ഷം അനുഗ്രഹങ്ങളെ ഇറക്കുന്ന രാവ്. അള്ളാഹുവിന്റെ അടുക്കൽ നേരത്തെ സ്ഥിരീകരിച്ചു വെച്ച പല കാര്യങ്ങളിലും മനുഷ്യർക്ക് വേണ്ടി അവൻ അഴിച്ചു പണി നടത്തുന്ന രാവ്. അങ്ങനെ ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിന്റെ ഖലാ രണ്ട് വിധ. പടച്ചോൻ വിധിച്ചത് വരട്ടെ എന്ന് പറയാറുണ്ടല്ലോ. പടച്ചോന്റെ വിധി രണ്ട് വിധാണ്. ഒന്നാമത്തേത് മാറ്റങ്ങൾ വരുന്ന വിധി, രണ്ട് മാറ്റങ്ങൾ വരാത്ത വിധി. ഉദാഹരണം പറഞ്ഞാൽ മരിക്കും എന്നത് മാറ്റം വരാത്ത വിധിയാണ്. ഒരിക്കലും മാറില്ല, മരിച്ചേ പറ്റൂ. എപ്പ മരിക്കണം എന്നത് മാറ്റം വരുന്ന വിധിയാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും തന്റെ ജീവിത അനുഗ്രഹങ്ങളിലെ വിശാലത ആഗ്രഹിക്കുന്നുവെങ്കിൽ, തന്റെ ആയുസ്സിന്റെ വർധനവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവന് നേരത്തെ നിശ്ചയിച്ച ആയുസ്സിനേക്കാൾ കൂടുതൽ കിട്ടാൻ അവന്റെ കുടുംബ ബന്ധം ചേർക്കുക എന്ന പുണ്യത്തിലൂടെ സാധ്യം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളിൽ പലരും മരിക്കുമെന്ന് തീർച്ചപ്പെടുത്തിയത്, ആ നിശ്ചയിക്കപ്പെട്ട സമയം വഹ്യ് മുഖേന അറിയിച്ചത്, തിരുത്തപ്പെട്ട് അവർ പിന്നീട് കുറെ കാലവും കൂടി ജീവിച്ച അത്ഭുതങ്ങൾ, ആ പറയപ്പെട്ട സമയത്തിനുള്ളിൽ അവർ ചെയ്ത നന്മകൾ കൊണ്ട് അവർക്ക് സ്വായത്തമാക്കിയതിന്റെ ചരിത്രങ്ങൾ ധാരാളമുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ അങ്ങനെ പിന്നീട് തിരുത്തി വഹ്യ് വരേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അവരുടെ പുണ്യങ്ങൾ കൊണ്ട്, സുഹൃതങ്ങൾ കൊണ്ട് ആയുസ്സിന്റെ വർധനവ് നേടിയെന്ന് കൃത്യമായി തന്നെ ഹദീസിൽ കാണാനുണ്ട്. 20 വർഷത്തിലധികം പിന്നീട് മഹാനവറുകൾക്ക് ആയുസ് കൂടുതൽ കിട്ടിയ സൽക്കർമ്മങ്ങൾ കൊണ്ട് ആയുസ് വർദ്ധിക്കുന്ന, അങ്ങനെ ഉണ്ടല്ലോ. വ്യഭിചാരിയുടെ ആയുസ് അള്ളാഹു ചുരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം എന്ന ആ വൃത്തികെട്ട പണി കൊണ്ട് ഒരാൾക്ക് നഷ്ടം വരുന്നത് നിശ്ചയിക്കപ്പെട്ട ആയുസ്സിൽ നിന്നും അവൻ വീണ്ടും വീണ്ടും മരണത്തോട് വേഗത്തിലെടുത്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഹദീസിലുള്ളതാ. അപ്പോ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ചിലത് മാറും, ചിലത് മാറൂല. മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഏതൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ഏകദേശം കണക്കൂട്ടാം. നമുക്ക് നിലവിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ അള്ളാഹു അത് മാറ്റിത്തരും. ദുആ ചെയ്താൽ മതി. അതിനുവേണ്ടി സ്പെഷ്യലായി അവന്റെ ഖലാഇനെ പുനഃപരിശോധന നടത്തുന്ന ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു രാമാണ് ലൈലത്തുൽ ബറാഅ എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ഞാൻ ഓതി വെച്ച സൂറത്ത് ദുഖാന്റെ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിലും ഇസ്മായിലുൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിലും മറ്റു ധാരാളം മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. വഖാല ഇക്രിമത്തു വതായിഫത്തുൻ ആഖിറൂൻ ഇന്നഹാ ലൈലത്തുൽ ബറാഅ വഹിയ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15 രാവാണ്. സൂറത്ത് ദുഖാനിന്റെ ആദ്യത്തിൽ ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതം ബറക്കത്താക്കപ്പെട്ട രാവ്. അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ പുനഃപരിശോധനയും പുനഃക്രമീകരണങ്ങളും പുനഃസംവിധാനങ്ങളും നടത്തപ്പെടുന്ന രാവ് എന്ന് ഖുർആൻ പറഞ്ഞത് ലൈലത്തുൽ ബറാഅ അഥവാ ശഅബാൻ 15 രാവ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. തഫ്സീറുൽ കബീറിൽ കാണാം, റൂഹുൽ ബയാനിലൊക്കെ കാണാം ഈ വ്യാഖ്യാനം. ഇനി കേട്ടോളൂ. ബറാഅത്ത് രാവിന് 4 പേരുകളുണ്ടെന്നാണ്. ഒന്നാമത്തേത് ലൈലത്തുൽ മുബാറക. ഖുർആൻ പറഞ്ഞ അതേ വാചകം തന്നെ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞല്ലോ സൂറത്ത് ദുഖാനിൽ. ബറക്കത്ത്
ബറക്കത്തുള്ള രാവ്. ബറാഅത്ത് രാവിനെതിരെ നിഷേധാത്മകമായ സമീപനം കാണിക്കുന്നവർ ഖുർആനിന്റെ നസ്സിനോടാണ് അവരുടെ നിഷേധം പ്രകടിപ്പിക്കുന്നത്. അതായത് ഖുർആനിന്റെ നേർക്ക് നേരെയുള്ള ആയത്തിനോടാണ് ആ നിഷേധം കാണിക്കുന്നത്. അത് എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്നത് ആലോചിക്കണം. ഒരു മനുഷ്യനെ കുഫറിലെത്തിക്കാൻ അതിനപ്പുറം വേറൊന്നും വേണ്ട. മഹാനായ ഇമാം റാസി, ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി തുടങ്ങുന്നവരൊക്കെ അവരുടെ തഫ്സീറുകളിൽ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ലൈലത്തുൽ ബറാഅത്ത് രാവിന് 4ഓളം പേരുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തേത് ലൈലത്ത് മുബാറക, അൽ ലൈലത്തുൽ മുബാറക, ബറക്കത്തുള്ള രാവ്. എന്താ അങ്ങനെ ഒരു പേര് വരാൻ കാരണം? ലികസറത്തി ഖൈരിഹാ വബറകതിഹാ അലൽ ആലമീൻ ഫിഹൽ ഖൈർ. അന്നത്തെ രാത്രിയിൽ ഒരു പ്രത്യേകമായ ബറക്കത്ത് അള്ളാഹു നൽകുന്നുണ്ട്. ചോദിച്ചാൽ മതി, വേഗം കിട്ടും. അങ്ങനെയുണ്ട് ചില അദാലത്തുകൾ ഗവൺമെന്റ് കൊണ്ടുവരാറുണ്ട്. സർക്കാർ തലത്തിൽ ചില അദാലത്തുകൾ, കുന്നുകൂടി കിടക്കുന്ന ഫയലുകൾ വേഗത്തിൽ അത് പാസ്സായി വരാൻ വേണ്ടി ചില പരിമിതമായ സമയങ്ങളിൽ സർക്കാർ തലത്തിൽ ചില അദാലത്തുകൾ പ്രഖ്യാപിക്കപ്പെടാറുണ്ട്. അത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ അധികാര തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിമാർ പലപ്പോഴും ജനങ്ങളുടെ ഇടയിലേക്ക് നേരിട്ടിറങ്ങി പല കാര്യങ്ങളെയും നേരിട്ട് കേൾക്കാറുണ്ട്. അത് മനുഷ്യരുടെ ഭരണ സംവിധാനത്തിലും മറ്റുള്ള ജീവിത ക്രമങ്ങളിലൊക്കെ കാണാനുണ്ടെങ്കിൽ സൃഷ്ടാവായ തമ്പുരാൻ അത് ആനുകൂല്യമെന്നോണം എല്ലാ വർഷവും ശഅബാൻ 15 രാവിലെ വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ തന്നെയാ പറഞ്ഞത്. മഹാന്മാര് പറയുന്നു, ഈ രാത്രിയിൽ ധാരാളം നേട്ടങ്ങളുണ്ടത്രേ. അതുകൊണ്ടാണ് ഇതിന് ലൈലത്തുൽ മുബാറക, ബറക്കത്തുള്ള രാവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ രാത്രിയിൽ ധാരാളം ബറക്കത്തുകളുണ്ട്. ബറകാത്തു ജമാലിഹി തആല തസ്ലു ഇലാ കുല്ലി ദർറത്തിൻ മിനൽ അർശി ഇലാ സറാ. അല്ലാഹു കൊടുക്കുന്ന ബറക്കത്ത് അല്ലാഹുവിന്റെ വിശാലമായ അർശ് മുതൽ നമ്മൾ ചവിട്ടി നടക്കുന്ന ഓരോ മൺതരിയുടെ അടിയിൽ വരെ പറ്റിപ്പിടിച്ചിരിക്കാം. അത്രത്തോളം ബറക്കത്തുകൾ അല്ലാഹു കൊടുക്കുന്നു. ചോദിച്ചാൽ കിട്ടും, ആവശ്യക്കാരനെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ കിട്ടും. നമ്മുടെ സാമ്പത്തിക പരാധീനതകൾ, പ്രയാസങ്ങൾ അല്ലാഹുവോട് കൈ ഉയർത്തി ചോദിക്കുന്നത് കാത്തിരിക്കാനവൻ. ഇനി കേട്ടോളൂ, കമാഫി ലൈലത്തുൽ ഖദ്ർ വഫീ തിൽക്കൽ ലൈലത്തി ഇജ്തിമാഉ ജമീഉൽ മലായിക ഫീ ഹളീറത്തുൽ ഖുദ്സ്. ലൈലത്തുൽ ഖദ്റിൽ കിട്ടുന്ന പോലെ തന്നെ കിട്ടും. ലൈലത്തുൽ ഖദ്റിൽ കിട്ടുന്നത് പോലെ കിട്ടുന്നത്, ആ പോലെ എന്ന താരതമ്യമാണ് പലരെയും ബറാഅത്ത് രാവിനെ ലൈലത്തുൽ ഖദ്റിന്റെ രാവെന്ന് പറയാൻ പ്രേരിപ്പിച്ചതെന്ന് മുഫസ്സിരിങ്ങൾ സൂചിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ആകെ അഭിപ്രായ വ്യത്യാസം ഈ ബറാഅത്തിന്റെ രാവിനെ, ശഅബാൻ 15 രാവിനെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എന്ന് പറയണോ അതല്ല അതിന്റെ പേര് ലൈലത്തുൽ ബറാഅ എന്ന് പറയണോ എന്ന വിഷയത്തിൽ മാത്രമാണ് മൂക്ക് താഴേക്ക് തൂങ്ങിയ മനുഷ്യർക്കിടയിൽ തർക്കമുള്ളൂ. അത്രത്തോളം സ്പഷ്ടമായി, പ്രാമാണികമായി, വളരെ കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വഹിയിന്റെ പിൻബലമുള്ള, ഖുർആന്റെ ആയത്തിന്റെ നസ്സിന്റെ പിൻബലമുള്ള രാത്രിയാണ് ബറാഅത്ത് രാവ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയേണ്ടി വരുമോ? നമ്മളിപ്പോ മനസ്സിലാക്കിയത് ഏറ്റവും വലിയ രാത്രി ലൈലത്തുൽ ഖദ്റാണ്. അങ്ങനെ പറയണം എന്ന് പറഞ്ഞവർ പോലുമുണ്ട്. അപ്പൊ ഏതായാലും രണ്ടാമത്തെ പേര് ലൈലത്തുർ റഹ്മ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ ധാരാളം റഹ്മത്തുകൾ, പടച്ചോന് അവന്റെ സൃഷ്ടിയോട് കരുണയാ. എന്നാൽ അന്നത്തെ രാത്രി പ്രത്യേക അലിവ, അത് ആ രാത്രിയിൽ പ്രത്യേക അലിവ ഉള്ളത് കൊണ്ട് ലൈലത്തുർ റഹ്മ എന്ന പേരുണ്ട്. ലൈലത്തുൽ ബറാഅ എന്ന പേര് മാത്രമല്ല, ലൈലത്തുൽ ബറക, ലൈലത്തുൽ മുബാറക, ലൈലത്തുർ റഹ്മ. മൂന്നാമത്തെ പേര് ലൈലത്തുൽ ബറാഅ, നരകമോചനത്തിന്റെ, പാപമോചനത്തിന്റെ പരിശുദ്ധമായ രാവ് എന്നതിനർത്ഥമുണ്ട്. നാലാമത്തെ പേര് ലൈലത്തുൽ സഖ്, ഒരു മനുഷ്യന്റെ ആധാരം, രേഖ, അതുപോലെ തന്നെ പ്രമാണം കുറിക്കപ്പെടുന്ന രാവ് എന്നതിനർത്ഥമുണ്ട് ലൈലത്തുൽ സഖ്. അതെങ്ങനെയാ? കച്ചവടക്കാര് കച്ചവടക്കാരൊക്കെ അവരുടെ ആദായത്തെ കുറിച്ചു വെക്കാൻ വേണ്ടി, വരുമാനത്തെ കുറിച്ചു വെക്കാൻ വേണ്ടി അവരുടെ കണക്കുകൾ എഴുതുന്ന പോലെ കണക്കുകളെ എഴുതാൻ, ആയുസ്സിന്റെ കണക്കിൽ കുറച്ചുകൂടി കൂടുതൽ വേണമല്ല, ഇത് പോരാ എന്ന് കണക്ക് പറഞ്ഞ് പടച്ചോനോട് മേടിക്കാൻ, അതിന്റെ പ്രമാണങ്ങൾ, അതിന്റെ ആധാരങ്ങള്, രേഖകള്
നമുക്ക് നേർക്ക് നേർ അള്ളാഹുവിൽ നിന്നും ചോദിച്ചു വാങ്ങാനുള്ള അവസരം എന്നതാണ് ലൈലത്തു സക്ക് എന്ന പേര് വെക്കാൻ കാരണമെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതിനെ പുച്ഛഭാവത്തോടുകൂടെ വീക്ഷിക്കലല്ല, ആദരവോടുകൂടെ ചേർത്ത് പിടിക്കലാ വേണ്ടത്. ലോകത്ത് വന്നുപോയ മഹാന്മാരെ നോക്കൂ. മഹാനായ ഇമാം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, വലിയ മഹാനല്ലേ, വലിയ മഹാൻ. അദ്ദേഹത്തിന്റെ ഒരു ബറാഅത്ത് രാവിന്റെ അനുഭവം കുറിക്കുന്നുണ്ട്. മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി സൂറത്തു ദുഖാനിന്റെ വ്യാഖ്യാനത്തിൽ കുറിക്കുന്നു, മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ശഅബാൻ 15ന്റെ രാവ് നിസ്കരിച്ച ഹയാത്താക്കണം. നിസ്കരിച്ച് പരമാവധി ഖളാ ഉള്ളതൊക്കെ ഖളാ വീട്ടാനുള്ള ഒരു അവസരമായി കണ്ട് നിസ്കരിച്ച് ഹയാത്താക്കി. നിസ്കാരം കഴിഞ്ഞ് ലമ്മാ റഫഅ റഅസഹു മിൻ സ്വലാത്തിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ 15ാം രാവ് ബറാഅത്ത് രാവിൽ മഹാനവറുകൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ ഒരു ഇടവേളയിൽ മഹാനവറുകൾ ആകാശത്തേക്കൊന്ന് നോക്കിയപ്പോൾ വജദ റുക്അതൻ ഖളറാ, പച്ച നിറത്തിലുള്ള ഒരു കുറിപ്പ് ഇങ്ങനെ ആകാശത്തിൽ കടന്ന് തത്തിക്കളിക്കുന്നത് കണ്ടു. അതിന്റെ അകത്ത് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ആ പച്ച നിറത്തിലുള്ളതായ കുറിപ്പ്, വലിയൊരു കുറിപ്പ്, അതിങ്ങനെ അതിന്റെ പ്രകാശം ചേർന്ന് വരാം. ആകാശത്തിൽ നിന്ന് മുതിർന്നു വീഴുന്ന ആ പ്രകാശത്തിൽ ആ പച്ചക്കുറിപ്പിൽ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്, ഹാദിഹി ബറാഅത്തും മിനന്നാരി മിനൽ മലിക്കിൽ അസീസ് ലിഅബ്ദിഹി, നരകമോചനം അള്ളാഹു അവന്റെ അടിമക്ക് ഔദാര്യമായി നൽകുന്ന ഒരു ആനുകൂല്യത്തിന്റെ രാവാണ് ഈ രാവ് എന്ന ഒരു ബോർഡ്, എന്ന ഒരു കുറിപ്പ് ആകാശത്തിന്റെ താഴെ ഭൂമിയിൽ നിന്ന് മനുഷ്യർക്ക് വായിക്കും വിധം അത്ര സൗകര്യത്തിൽ അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തിയെന്ന് എന്റെ വക പറഞ്ഞതല്ല. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കണ്ടു എന്ന് തഫ്സീർ റൂഹുൽ ബയാൻ ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. ഒരുപാട് ആനുകൂല്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് നേടാൻ കഴിയുന്ന ഒരു രാവാണ് ബറാഅത്ത് രാവ്. എന്റെ പ്രിയമുള്ളവരെ, ബറാഅത്ത് രാവിന്റെ 5 പ്രത്യേകതകൾ, അതായത് നമുക്ക് നേടാൻ 5 നേട്ടങ്ങൾ ഈ രാവിലുണ്ട്. അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്, ഒന്നാമത്തേത് അൽ അവ്വൽ തഫ്രീഖു കുല്ലി അംരിൻ ഹകീമിൻ ഫീഹാ, അള്ളാഹു നേരത്തെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന അവന്റെ ചില തീരുമാനങ്ങളിൽ സൃഷ്ടിയുടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു അതിൽ അഴിച്ചുപണി നടത്തുന്നു. അതൊരു നേട്ടമായി തന്നെ നമുക്ക് ഇതിൽ നിന്നും അനുഭവിക്കാവുന്നതാണ്. ശാശ്വതമല്ല നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ശാശ്വതമല്ല, രോഗങ്ങൾ ശാശ്വതമല്ല, അതൊക്കെ അള്ളാഹു മാറ്റിത്തരും. ചോദിച്ചാൽ മതി. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം എന്ന്. അള്ളാഹു മാറ്റിത്തരും. രണ്ടാമത്തെ നേട്ടം ഫളീലത്തുൽ ഇബാദത്തി ഫീഹാ, ബറാഅത്ത് രാവിന്റെ രാത്രിയിൽ, ആ രാത്രിയിൽ നടത്തുന്ന ഇബാദത്തുകൾക്ക് ശ്രേഷ്ഠതകൾ കൂടുതലാണ്. പരമാവധി ഹദീസിലുള്ളത് വഖൂമു ലൈലഹ എന്നാണ്. ആ രാത്രിയിൽ നിസ്കാരം കൊണ്ട് സജീവമാവാനാ പറഞ്ഞത്. സുന്നത്ത് നിസ്കാരങ്ങൾ, ഖളാ ഉള്ള നിസ്കാരങ്ങൾ, ഖളാ വിട്ട പരമാവധി റക്അത്തുകളുടെ എണ്ണം കൂടുതൽ സംഭവിക്കുന്ന രീതിയിൽ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാന്ന. കാരണം ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം നിസ്കാരം. അതിന് ശ്രേഷ്ഠത കൂടുതൽ കിട്ടുന്ന ഒരു ആനുകൂല്യത്തിൽ വരുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് കുറവുകളെ, അമലിന്റെ രംഗത്തുള്ള കുറവുകളെ നികത്താൻ ലൈലത്തുൽ ഖദറോളം വാഴ്ത്തിപ്പറയപ്പെട്ടിട്ടുള്ള ഈ രാവിന്റെ ആനുകൂല്യത്തിൽ നമുക്ക് സാധിക്കും എന്നതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ നേട്ടം അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ഇറങ്ങി വരുന്നു എന്നതാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, എന്റെ സമുദായത്തിന് അന്നത്തെ രാത്രിയിൽ അള്ളാഹു ആയിരക്കണക്കിന്, 10,000-കണക്കിന് കാരുണ്യത്തിന്റെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുക. ബനൂ കൽബ് ഗോത്രത്തിന്റെ, അവരുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തെക്കാൾ കൂടുതൽ എന്റെ സമുദായത്തിന് അള്ളാഹു കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ ഇടപെടൽ നടത്തുന്ന രാത്രി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ പ്രത്യേകത, നാലാമത് നമുക്ക് നേടാൻ കഴിയുന്നത് പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്നും മഗ്ഫിറത്തിന്റെ പദവി, പാപമോചനം എന്ന് മാത്രമല്ല മഗ്ഫിറത്തിന്റെ പദവി നേടാൻ കഴിയും. മഗ്ഫിറത്തിന്റെ പദവി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, 5 വിഭാഗം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ മനുഷ്യർക്കും അള്ളാഹു തആല പാപമോചനം കൊടുക്കും. 5 വിഭാഗം, ഈ സമുദായത്തിന് 5 വിഭാഗത്തിന് അള്ളാഹു ആ രാത്രിയിൽ പാപമോചനം കൊടുക്കില്ല. അതല്ലാത്ത എല്ലാവർക്കും അള്ളാഹു പാപമോചനം കൊടുക്കും. ഇന്നല്ലാഹ യഗ്ഫിറു ലിജമീഇൽ മുസ്ലിമീൻ,
എല്ലാ മുസ്ലിമീങ്ങൾക്കും പാപമോചനമുണ്ടെന്ന്. ഫീ തിൽക്കൽ ലൈല, അതിൽ പാപമോചനത്തിൽ നിന്നും അള്ളാഹു ഒഴിവാക്കിയത് ഒന്നാമത്തേത് ഇല്ലാ ലികാഹിൻ, ജ്യോത്സ്യ പണി നടത്തുന്നവർ, ജ്യോത്സ്യനെ സമീപിക്കുന്നവർ, ജ്യോത്സ്യനെ നിലനിർത്തുന്നവർ, സ്വയം ജ്യോത്സ്യനാകുന്നവർ. മുസ്ലിം എന്ന ലേബലിലാണെങ്കിൽ അവന് ബറാഅത്തിന്റെ ആനുകൂല്യമില്ല. രണ്ടാമത്തേത് മുശാഹിൻ, ഹൃദയത്തിൽ വൈരാഗ്യം വെച്ച് പുലർത്തുന്നവർ, അവന് ബറാഅത്തിന്റെ ആനുകൂല്യം ഇല്ല. മൂന്നാമത്തേത് മുദ്മിനു ഖംർ, ലഹരി ഉപയോഗം നിരന്തരമുണ്ട്. കള്ള് മാത്രമല്ല, ലഹരി ഉപയോഗം നിരന്തരമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ബറാഅത്തിന്റെ ആനുകൂല്യമില്ല. നാലാമത്തേത് അഖുൽ ലിൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവർ. അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹു മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അഞ്ചാമത്തെ വിഭാഗം വ്യഭിചാര ചിന്തയിലായി മാത്രം കഴിയുന്നു. മൂപ്പര് ജീവിക്കണമെന്ന ഒരു കാര്യത്തിലാണ്. വ്യഭിചരിക്കുന്നു എന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിൽ നിരതൻ, അതിന്റെ എല്ലാ ബാഹ്യ പ്രകടനങ്ങളിലേക്കും മുഖവുരകളിലേക്കും മാത്രം ചിന്തകൾ നിരന്തരം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മനസ്സിനതിൽ നിന്ന് മാറ്റണം. അങ്ങനെയുള്ളവർക്ക് ബറാഅത്തിന്റെ ആനുകൂല്യം കിട്ടില്ല. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അഞ്ചാമത്തെ നേട്ടം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്നേഹം പിടിച്ചു പറ്റാനുള്ള അമലുകൾ ചെയ്താൽ അത് വേഗത്തിൽ ഫലിക്കുന്നു എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം അവിടുത്തെ സമുദായത്തിന് അള്ളാഹു ശഫാഅത്ത് നൽകണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അവിടുന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യുന്ന ശഫാഅത്തിന്റെ പരിപൂർണ യോഗ്യത മുത്തുനബിക്ക് അള്ളാഹു കൊടുത്തരാവാണ്. അപ്പോൾ മുത്തുനബിയിലേക്ക് ചേർന്നാൽ അവിടുത്തെ ഉമ്മത്തിനോട് ഏറ്റവും പ്രത്യേകമായ ഒരു അവിടുത്തെ ഉമ്മത്തിനോട് പ്രസാദിക്കൽ, ഹബീബായ നബിയുടെ സ്നേഹത്തിന്റെ പ്രസാദം വേഗം നേടാൻ കഴിയുന്ന നബി സ്നേഹത്തിന്റെ രാത്രി കൂടിയാണ് ബറാഅത്ത് രാവ് എന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ്. എന്ത് ചോദിച്ചാലും ഞാൻ തരാം എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഈ രാത്രിയിൽ എന്ത് ചോദിച്ചാലും റബ്ബിന്റെ പ്രഖ്യാപനം ഒന്നാം ആകാശത്ത് നിന്നും അങ്ങനെയാ വന്നിട്ടുള്ളത്. മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാനത്തിൽ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാ യൗമഹാ. ശഅബാൻ 15ന്റെ രാവ് വന്നാൽ മഗ്രിബ് മുതൽക്ക് നിങ്ങൾ ഹയാത്താക്കണേ. ഖൂമൂലൈലഹ എന്ന് പറഞ്ഞാൽ നിസ്കാരം കൊണ്ട്, ഖിയാം നിസ്കാരമാ സൂചിപ്പിച്ചത്. അതായത് ഇബാദത്ത് കൊണ്ട് നമ്മൾ ആ രാവിനെ പരമാവധി ഉപയോഗപ്പെടുത്തണം, പരമാവധി നിസ്കാരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കണം. നിസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഖളാ ഉള്ളതിനെ ഖളാ വീട്ടാനും സുന്നത്ത് നിസ്കാരങ്ങളുടെ അദദ് പൂർത്തീകരിച്ച് പരമാവധി നിസ്കരിക്കാനും നമ്മൾ തയ്യാറാവണം. അതുപോലെ തന്നെ വസൂമു യൗമഹ, ശഅബാൻ 15ന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കണം. ഇപ്പൊ ചില വാട്സാപ്പ് കുറിപ്പുകളൊക്കെ കാണാം, ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞിട്ടൊരു നോമ്പില്ല, അതുകൊണ്ട് ആരും നോമ്പ് പിടിക്കണ്ട, അങ്ങനെ ചിലത് കാണാനുണ്ട്. അതന്നെ നമ്മുടെ അഭിപ്രായം. ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞിട്ടൊരു നോമ്പില്ലേ? ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പില്ല. ശഅബാൻ 15ന്റെ നോമ്പുണ്ട്. അത് കഴിഞ്ഞ രാത്രി ശഅബാൻ 15ന്റെ രാവിന് മഹത്വമുള്ളതിനോട് ചേർത്ത് മുത്തുനബി പറഞ്ഞു ശഅബാൻ 15ന്റെ പകലിൽ നിങ്ങൾ നോമ്പുപിടിക്കണം. ഈ പേര് പറയുന്നതിൽ തർക്കിച്ചിട്ട് അങ്ങനൊന്നും ഇല്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ഒരു ഫത്വയും അതിന്റെ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടാവും. ബറാഅത്തിന്റെ നോമ്പ് ഇല്ല എന്ന് കണ്ണിയത്ത് പറഞ്ഞു. ബറാഅത്തിന്റെ നോമ്പില്ല, അങ്ങനെയല്ല അതിന്റെ പേര്. ശഅബാൻ 15ന്റെ നോമ്പെന്ന ബറാഅത്തിന്റെ നോമ്പെന്ന് നമ്മളെ പറയല്, നമ്മളാണ് ബറാഅത്തിന്റെ നോമ്പെന്ന് പറയല്. ശഅബാൻ 15ന്റെ നോമ്പാണ്, ദിവസം ഒന്ന് തന്നെയാണ്. ബറാഅത്തിന്റെ പകൽ എന്ന് പറഞ്ഞാലും ശഅബാൻ 15ന്റെ പകൽ എന്ന് പറഞ്ഞാലും ഒരു സമയം തന്നെയാണ്. ആ പകലിൽ നോമ്പെടുക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവ് നിങ്ങൾ ഹയാത്താക്കണം, പകല് നിങ്ങൾ നോമ്പ് പിടിക്കണം. ശഅബാൻ 15ന്റെ പകല് നിങ്ങൾ നോമ്പ് പിടിക്കണം. ഇനി അതിന് ബറാഅത്ത് എന്നല്ല എന്ത് പറഞ്ഞാലും പറയാതിരുന്നാലും ആ പകലിൽ നോമ്പ് സുന്നത്താണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇല സമാഇ ദുനിയാ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആ രാവിന്റെ അസ്തമയം മുതൽ അള്ളാഹുവിന്റെ സാമീപ്യമുണ്ട് ഒന്നാം ആകാശത്ത് എന്ന് പറഞ്ഞാൽ റബ്ബ് അത്രയും ചേർന്നവന്റെ സൃഷ്ടിയോട് ഇങ്ങോട്ട് വരികയാ. എന്നിട്ട് അള്ളാഹു പറയും, അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു. ആരാ എന്നോട് പാപം പൊറുക്കാൻ ചോദിക്കുന്നത്, ഞാൻ അവന് പാപം പൊറുക്കുമല്ലോ. അലാ മുസ്തർസിഖുൻ ഫഅർസുഖഹു. ജീവിതത്തിന്റെ വിശാലതയും സൗകര്യങ്ങളും ഇന്ന് കാണുന്ന ജീവിത രീതികളിൽ ഒരു പുരോഗതി ആരാഗ്രഹിക്കുന്നുവോ, കച്ചവടത്തിന്റെ ബറക്കത്ത്,
മക്കളുടെ വിദ്യാഭ്യാസം, ആരോഗ്യപരമായ കാര്യങ്ങൾ ചോദിച്ചോളൂ, ഞാൻ അത് തന്നേക്കാം. അലാ മുബ്തലൻ ഫഉആഫിയഹു, ജീവിതത്തിൽ ഇടങ്ങേറുകൾ കടിച്ചമർത്തി ജീവിക്കുന്നവരെ ചോദിച്ചോളൂ, നിനക്ക് ഞാൻ അതിന്റെ വിശാലത തരാമെന്ന് അല്ലാഹു ചോദിക്കും. അലാ കദാ അലാ കദാ അലാ കദാ ഹത്താ യത്ലുഅൽ ഫജ്ർ ഖാല റസൂലുള്ളാഹി, സുബ്ഹി വരെ അല്ലാഹു ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ജന്നത്തുൽ ബഖീഇന്റെ ഖബർസ്ഥാനിന്റെ ഏകാന്തതയിൽ അല്ലാഹുവിന്റെ ഹബീബ് ശഅബാൻ 15ന്റെ രാവിനെ ഹയാത്താക്കാൻ അവിടെ പോയി മൗതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ശഅബാൻ 15ന്റെ രാവ് വരുമ്പോൾ മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട് ഖബർസ്ഥാനിൽ വന്ന് സിയാറത്ത് ചെയ്യുന്ന നമ്മുടെ പതിവുകളുണ്ടല്ലോ. കുറവ് വരല്ലേ റസൂലുള്ളാഹി ചെയ്തതാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പാതിരാക്ക് ദുആ ചെയ്യുന്നത് ആയിഷ ബീവി കണ്ട് അത്ഭുതപ്പെട്ടതാണ്. ഇബ്നു മാജ അവിടുത്തെ സുനനിലെ ഹദീസ് പറയുന്നുണ്ട്, ഇമാം തുർമുദി അവിടുത്തെ ജാമിഇലെ ഹദീസ് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഇടപെടൽ ഒന്നാം ആകാശത്തേക്ക് വരുന്നു എന്ന് പറയുന്നല്ലോ. മഹാന്മാര് പറയുന്നുണ്ട്, ആ ഇടപെടൽ എങ്ങനെയെന്നറിയുമോ? അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരലല്ല ശരിക്കവിടെ. ഒരു കർക്കശ കണിശിത ഭാഷക്കാരനായ ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിയോട് സ്നേഹത്തോടുകൂടെ ചേർന്നിരുന്നിട്ട്, മോനെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാമെന്ന് പഠനത്തിന്റെ വ്യവസ്ഥയിൽ അദ്ദേഹം അടുത്തേക്ക് ചേർന്ന് വന്നുകൊണ്ട് വിദ്യാർത്ഥിയോട് സ്നേഹത്തോട് ചിരിച്ചിട്ട് ചോദിക്കുന്ന ആ ഒരു അവസ്ഥയിൽ വിദ്യാർത്ഥി എന്തും അധ്യാപകനോട് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന്റെ അടുപ്പം പോലെ അല്ലാഹു അവന്റെ ജലാലിയത്തിന്റെ സിഫത്തിൽ നിന്നും ജമാലിയത്തിന്റെ സിഫത്തിലേക്ക് ഇറങ്ങി വരാണ്. ചേർന്ന് വന്നിട്ട് ചോദിക്കാണ്, എന്താ ആവശ്യമുള്ളതെന്ന് ചോദിച്ചു, ഞാൻ ചെയ്തു തരാം എന്ന് അല്ലാഹു സൃഷ്ടിയോട് ചേരുന്ന ഒരു സന്ദർഭം. അധ്യാപകൻ തന്റെ ടേബിളിന്റെ വട്ടത്തിൽ നിന്നും വിദ്യാർത്ഥിയുടെ ടേബിളിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്ന സ്നേഹത്തിന്റെ ഇടപെടൽ പോലെ എന്ന് മനസ്സിലാക്കാൻ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ അർത്ഥത്തിൽ അതിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അമലുകൾ ഏറെയുണ്ട്. പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് 3 യാസീൻ ഓതല. അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് തന്നെയാ പറയാനുള്ളത്. ധാരാളം കിതാബുകളിലുണ്ട്. മഹാനായ സയ്യിദ് മുഹമ്മദ് ഹസൻ സുബൈദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇത്ഹാഫിൽ പറയുന്നുണ്ട്, എന്റെ സഹോദരന്മാരെ ആദ്യം തന്നെ മനസ്സിലാക്കുക, എല്ലാ ദിവസവും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ ഓതൽ സുന്നത്താണ്. എല്ലാ ദിവസവും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ ഓതൽ സുന്നത്താണ്. അന്നത്തെ ദിവസം അത് ഒഴിവാക്കല്ലേ. അതിന് മഹാന്മാര് പറയുന്നുണ്ട്, അന്നത്തെ ദിവസം യാസീൻ സൂറത്തിന്റെ പൊതുവേ ഉള്ള ഒരു പ്രത്യേകത, റിസ്ക് ചോദിക്കാൻ ഏറ്റവും നല്ല ഒരു വചനങ്ങൾ അതിലൊരു പ്രാർത്ഥന പോലെ ഉണ്ട് എന്നുള്ളതാണ്. യാസീൻ സൂറത്ത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ബറക്കത്തുകൾക്കും ഉള്ളതാണ്. യാസീനിൽ അല്ലാഹു 10 ബറക്കത്ത് വെച്ചിട്ടുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എല്ലാ ദിവസവും ഉണ്ട്. ബറാഅത്ത് രാവിലാണെങ്കിൽ അത് തീരെ ഒഴിവാക്കല. ഏതുപോലെ എല്ലാ മാസവും 15ാമത്തെ ദിവസം പകല് നമുക്ക് നോമ്പ് സുന്നത്തുള്ളതാ. ശഅബാൻ 15ന്റെ പകല് അങ്ങനെ ഒരു 15 വരും, അത് ഒഴിവാക്കല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ മഹാനായ സയ്യിദ് മുഹമ്മദ് ഹസൻ സുബൈദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇത്ഹാഫിൽ പറയുന്നുണ്ട്, യുഖറഉ സൂറത്ത് യാസീൻ മറത്തൻ വയദഉ ബിദ്ദുആഇൽ മശ്ഹൂർ ബിദ്ദുആഇ ലൈലത്തുൻ നിസ്ഫി യസ്അലുല്ലാഹൽ ബറകത ഫിൽ ഉമർ. നമ്മൾ ആ രാവിൽ ചിലർ അസ്ർ കഴിഞ്ഞ് മുതലേ യാസീൻ ഓതൽ തുടങ്ങും. അത് സ്നേഹം കൊണ്ടാണ്. ആകെ 3 യാസീനെ ഓതാവുന്നല്ല, 3 ഓതണം. 3 യാസീനിൽ ഒന്നാമത്തെ യാസീൻ നമ്മൾ ഓതിയിട്ട് ബറാഅത്ത് രാവിന്റെ മഹത്വങ്ങളെ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ചില ദുആകളിൽ ആ ഏടുകളിലോ മറ്റോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ബറാഅത്ത് രാവിന്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുള്ള ഹദീസിന്റെയും ആയത്തിന്റെയും അകമ്പടിയുള്ള ഒരു പ്രത്യേക ദുആ ഉണ്ട്. ഇത്തിരി വലിയ ദുആയാണ്. ആ ദുആ ചൊല്ലിയിട്ട് ഒന്നാമത്തെ യാസീൻ ഓതി കഴിയുമ്പോൾ നമ്മുടെ ആയുസ്സിൽ ദീർഘായുസ്, ബറക്കത്തുള്ള ആയുസ്, ആരോഗ്യമുള്ള സന്തോഷമുള്ള ദീർഘായുസ് ചോദിക്കലാണ് 1-ാം യാസീൻ കഴിഞ്ഞിട്ട്. അത് ചോദിക്കണം. 2-ാമത്തെ യാസീൻ ഓതിയിട്ട് അൽ ബറകത ഫിർ റിസ്ഖി, ജീവിത വിശാലതയിൽ, ജീവിത സൗകര്യത്തിൽ അല്ലാഹുവോട് ബറക്കത്ത് ചോദിക്കണം. അതായത് നമ്മുടെ റിസ്ക് എന്ന് പറഞ്ഞ ഭക്ഷണം മാത്രമല്ല, നമ്മൾ ജീവിക്കാൻ ഈ ദുനിയാവിൽ എന്തൊക്കെ റാസിഖായ അല്ലാഹു തരുന്നു അതൊക്കെ റിസ്ഖാണ്. 3-ാമത് യാസീൻ ഓതിയിട്ട് ചോദിക്കേണ്ടത് ഹുസ്നുൽ ഖാത്തിമ, അന്ത്യം നന്നായി മരിക്കലാണ്. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. ആയുസ്സിന്റെ ഏറ്റവും വലിയ ബറക്കത്തും അതാണ്. അങ്ങനെ 3 കാര്യങ്ങളെ 3 യാസീൻ സ്പെഷ്യലായി ഓതി ചോദിക്കുന്നത് പ്രത്യേക പരിഗണന ഉള്ള അമലാണ് എന്ന് മഹാനായ ഇമാം സയ്യിദ് മുഹമ്മദ് ഹസൻ സുബൈദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇത്ഹാഫിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നതായി കാണാം. അങ്ങനെ
ബറാഅത്തിന്റെ രാവും പകലും നമ്മൾ അമല് കൊണ്ട് ധന്യരാവാൻ, ബറാഅത്തിന്റെ രാവ് അസ്തമിച്ചാൽ പിറ്റേ പകല് ഷഅബാൻ 15ന്റെ പകലിൽ നമ്മൾ നോമ്പെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഷഅബാൻ 15ന്റെ പകലിലാണ് ഖിബല പ്രഖ്യാപനം കൊണ്ട് അള്ളാന്റെ ഹബീബിനെ അള്ളാഹു സന്തോഷിപ്പിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്ന ഏറെ പ്രാധാന്യമുള്ള രാവും പകലിനെയും എന്തെങ്കിലും ബാലിശമായ തർക്കത്തിന്റെ പേരിൽ നമ്മൾ അതിനെതിരെ കണ്ണടച്ച ആളാവാൻ നിൽക്കലല്ലാതെ ആയുസിന്റെ അനർഘഭാഗ്യത്തിലെ ഈ സൗഭാഗ്യത്തെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയാതെ അതിലേക്ക് ചേർന്ന് മൂമിനിന്റെ സ്വഭാവം കാണിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണം. തർക്കങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അമല് ചെയ്യാ. അള്ളാഹു നമുക്ക് ഇതിനുള്ള ഭാഗ്യം നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. കേറിയിരിക്കും, ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, ഗ്യാപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്, ഫില്ല് ചെയ്തിരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ ഖബൂലാക്ക് തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാഹ്. അല്ലാഹുവേ ദുആ വസിയത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ഒരുപാട് രോഗികൾക്ക് വേണ്ടി പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്. മാള സ്വദേശിയായ ഒരു സഹോദരന് വേണ്ടി കിഡ്നി സംബന്ധമായ ഹാർട്ട് സംബന്ധമായ രോഗങ്ങളുള്ള സഹോദരൻ എറണാകുളം ലിസി ഹോസ്പിറ്റൽ ICUവിലാണ്. അല്ലാഹുവേ ശിഫാ നൽകണേ തമ്പുരാനെ, ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ഡിസ്ക് സംബന്ധമായ പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരിയെ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നു. ആ സഹോദരിക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ചികിത്സ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ അവരുടെ ആരോഗ്യത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ബ്രസ്റ്റിൽ തടിപ്പ്, അത് സംബന്ധമായ പരിശോധനയ്ക്ക് മറ്റും വിധേയയായി ടെസ്റ്റിന് അയച്ചിരിക്കുന്നു. പേടിയോടുകൂടെ കുടുംബം കാത്തിരിക്കുക ഒരു സഹോദരിക്ക് വേണ്ടി. അല്ലാഹുവേ പേടിപ്പെടുത്തുന്ന ഒരു റിസൾട്ടും അതിൽ വരല്ലേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ആ സഹോദരിക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. കിടപ്പ് രോഗിയായ ഒരു ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ ജീവിതമാണ് ഖൈറ് എങ്കിൽ നീ അടുപ്പിക്കണേ അല്ലാ. അവർക്ക് ഖൈറായതെന്തോ അതിലേക്ക് നീ അവരെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ ഈ പള്ളിയുടെ ചുറ്റുമന്തി വിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. കടബാധ്യതകൾ വിട്ടടേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.